ആ ഒരു പേഴ്സണ്. അത് നമുക്ക് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു എനർജി വൈസ് നമുക്ക് ക്യാച്ച് ചെയ്യുന്നത് വെച്ചാൽ പുറത്തുനിന്ന് അതെന്തുമാവാം കേട്ടോ. ബ്ലാക്ക് മാജിക് ആവാം, നമ്മുടെ കുടുംബ ദൈവങ്ങളായിരിക്കാം, ഇപ്പോൾ ഹിന്ദു മതപ്രകാരമുള്ള ആൾക്കാരല്ല എങ്കിൽ ചിലപ്പോൾ ബ്ലാക്ക് മാജിക്കിന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം. എന്തുമാവാം, എക്സ്റ്റേണലി നിങ്ങൾക്കുള്ള എന്തോ ഒരു എനർജി അതാണ് ഈ ഒരു വ്യക്തിനെ നിങ്ങളിൽ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോ അവർക്കും തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ അവര് നിങ്ങളോട് കറക്റ്റായിട്ട് പറയുന്നില്ല. കാരണം വെച്ചാ അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് ഈ ഒരു കാര്യത്തില്. പിന്നെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയാൽ അത് തെറ്റാകുമോ എന്നൊരു പേടിയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അകറ്റാൻ വേണ്ടി തന്നെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചതുമാകാം. ചിലപ്പോൾ ആ ഒരു പേഴ്സണ് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കാം ആരാന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് വ്യക്തമായിട്ട് പറയണമെന്ന് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി സൈലൻസ് ആണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാല് പറഞ്ഞില്ലേ, എല്ലാം ബ്ലോക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാത്തതിന്റെ അല്ല, പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഇവിടെ ഒരുപാട് ബ്ലോക്കേജസ് ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ മെന്റലി സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്. സത്യമുണ്ട് ഈ ഒരു പേഴ്സന്റെ ഉള്ളില്, പക്ഷെ അത് പറയാനുള്ള കറേജ് ഇല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. അവരുടെ ഡേ ടു ഡേ മൈൻഡിൽ നടക്കുന്ന പാറ്റേൺസ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇപ്പൊ വന്ന കാർഡ്സ് വെച്ച് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് തെറ്റായിട്ടുള്ള ബിലീഫ്, അതായത് മതം വിശ്വാസം അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അയാൾ വിശ്വസിച്ചു പോകുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലായി. അയാളെ കൊണ്ടൊന്നും നടക്കില്ല, അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ലിമിറ്റഡ് ആയിട്ട്, അതായത് വളരെ അടക്കി പിടിച്ചിട്ടുള്ള തരത്തിലുള്ള ഒരു ബിലീഫ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തിക്കുണ്ട്. മനസ്സിലായി. ഒരുപാട് ട്രബിളും ഒരുപാട് ഇമോഷണലി പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ അതിൽ നിന്നൊന്നും എനിക്ക് ഓവർകം ചെയ്ത് വരാൻ പറ്റില്ല, അവിടെ നിന്ന് എനിക്ക് നിന്റെ അടുത്തോട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ ഓർത്ത് അത് ഇതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു എനർജീസ് ഉള്ളത് കൊണ്ട് തന്നെ ആർക്കായാലും നമുക്ക് എത്രയൊക്കെ കഴിവുള്ള ആൾക്കാരാണെങ്കിലും ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് മൈൻഡിലോട്ട് അല്ലെങ്കിൽ ഒരു എനർജി ലോ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മളെ ദൈവങ്ങൾ എന്ന് പറഞ്ഞത് നെഗറ്റീവ് എനർജിയിലല്ല പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ കുടുംബ ദേവതകൾ അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിലൊന്നും നമ്മൾ പോവാതെ നോക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി ചിലപ്പോൾ അവർ നമുക്ക് ബ്ലോക്കേജസ് കാണിക്കും. അങ്ങനെയുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. അതായത് ഇവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെട്ട് അവർക്ക് പുറത്തോട്ട് വരണമെന്നുണ്ട്. ബിസി ആയിട്ടുള്ള, അതായത് നിങ്ങളെ പറ്റിയുള്ള ചിന്തകളൊന്നും ഇല്ലാതെ ഒരു ബിസി ആയിട്ട് ഇരിക്കാനൊക്കെ അവർ നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അങ്ങനെയൊന്നും സാധിക്കുന്നില്ല. മനസ്സിലായി. അവർക്ക് നിങ്ങളുടെ ഒരു ഫീലിങ്സ് എപ്പോഴും ഉള്ളിലോട്ട് വരുന്നുണ്ട്. പിന്നെ ഒരുപാടൊക്കെ അവർ വർക്കഹോളിക് ആകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ മാറിപ്പോവാനും അല്ലെങ്കിൽ